ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തൊരു കുട്ടി നീ ആയിരിക്കും. കിട്ടില്ല, എന്റെ അച്ഛനെ കൊണ്ട് ഈ ഒരു താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. കാണിച്ചു കൊടുക്കാം, മനസ്സിലായി. നമ്മൾ കാണിച്ചൊന്നും കൊടുക്കുന്നില്ലെങ്കിലും അല്ലേ നമുക്കൊരു അച്ഛനമ്മയ്ക്ക് ഒരു വിഷമം തോന്നുന്നത് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ എടുത്താൽ എല്ലാവർക്കും കിട്ടുമോ? ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് മതി. പിന്നെ ഞാൻ ഭയങ്കര ഡെസ്പായി പോയി. +1 +2 ഞാൻ എജുപോർട്ടിന്റെ കൂടെ തന്നെയായിരുന്നു. എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. നിന്റെ അതേ അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ഷുവർ ആയിട്ടും കിട്ടും തന്നെയാണ് തോന്നുന്നത് അല്ലേ? ആദ്യത്തെ ഡോക്ടർ ആയിരിക്കും ഫാമിലിയിൽ നിന്ന്. ഹായ്, ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജിയയാണ്. ഈ ഇന്റർവ്യൂ തുടങ്ങുന്നില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ഓരോ കുട്ടിയും റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏത് കുട്ടിയാണെന്ന് നിർബന്ധമായും കാണേണ്ട ഒരു ഇന്റർവ്യൂ ആയിരിക്കും ഇതെന്നാണ്. കാരണം എനിക്ക് ജിയനെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പരിചയമുണ്ട്. ഭയങ്കര സെൻസ് ഉള്ള കുട്ടിയാണ്. ആൻഡ് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ശരിക്കും ഇന്റർവ്യൂവിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നതിന് എനിക്ക് തോന്നുന്നത് അല്ലേ? ആണല്ലേ? യെസ്, ഓക്കെ, ഫൈൻ. ജിയ എവിടെ, വീടൊക്കെ ഏതാ? ഞാൻ കോഴിക്കോട് പേരാമ്പ്രയാണ് സ്ഥലം. യെസ്. എന്താ അച്ഛനമ്മക്ക് എന്താ ചെയ്യുന്നത്? അച്ഛൻ കൂലിപ്പണിക്കാരനാണ്. എന്താ വർക്ക്? അച്ഛൻ പശുവിന്റെ ഒരു ഫാമിലാണ്. പശുവിനൊക്കെ നോക്കി പാലൊക്കെ സൊസൈറ്റിയിലൊക്കെ കൊണ്ടു കൊടുത്തു. പിന്നെ അമ്മ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു അനിയത്തി 8ാം ക്ലാസ്സിലാണ്. ഓക്കെ, ഫൈൻ. അപ്പം എപ്പോഴാണ് ഈ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? യെസ്, ഉറപ്പായിട്ടും. ഞാൻ ആക്ച്വലി ബ്രില്യന്റിൽ എടുത്ത ഒരു അഡ്മിഷൻ ക്യാൻസൽ ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഫുൾ സ്കോളർഷിപ്പ് ആയിരുന്നു. ആ ഒരു കാര്യം ഒന്നാമത്തെ ഉണ്ടായിരുന്നു. പിന്നെ +1 +2 ഞാൻ എജുപോർട്ടിന്റെ കൂടെ തന്നെയായിരുന്നു. എനിക്കൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇല്ല. എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിനക്ക്? +1 +2 1200 1195. 5 മാർക്കേ പോയിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ, നമ്മളെ ക്ലാസ് തന്നെയാണ് മെയിൻലി കണ്ടത്. നീ ഒരു ഉടായ്പ് ആണോ അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിച്ച കൂട്ടത്തിലാണോ? ആണല്ലേ? ലാസ്റ്റ് പോർഷൻ വന്നപ്പോ ഈ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് തന്നെയായിരുന്നു. റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പം നമ്മളവിടെ റിപ്പീറ്റേഴ്സിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തൊരു കുട്ടി നീ ആയിരിക്കും അല്ലേ? നിനക്കും തോന്നില്ലേ? അപ്പം എന്താ നിന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു ഫാക്ടർ? ഒന്നാമത്തത് എനിക്കിത് കിട്ടണം തന്നെയായിരുന്നു. ഒരു കൊല്ലത്തേക്കൂടെ ഞാൻ എന്തായാലും പോവില്ല, അതാദ്യം ഞാൻ ഉറപ്പിച്ച കാര്യം. പിന്നെ ഫാമിലിനെ കുറിച്ച് ആലോചിച്ചപ്പോ അവർക്കും കൂടെ കുറച്ച് നല്ല ലൈഫ് കിട്ടണമെങ്കിൽ എനിക്കിത് കിട്ടണം എന്ന് തോന്നുന്നു. എന്താ ആ സമയത്ത് നീ ആലോചിക്കുക? എനിക്കത് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടോ ഒരു കൗതുകം. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടാവും, ഫാമിലി എല്ലാവർക്കും വികാരമായിരിക്കും, പക്ഷെ ആ കറക്റ്റ് സെൻസിൽ അതൊരു പഠനത്തിനെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം എന്താ നിനക്ക് അതില്? അതെനിക്ക് കിട്ടില്ല, എന്റെ അച്ഛനെ കൊണ്ട് ഈ ഒരു താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടായിരുന്നു കുടുംബത്തിൽ തന്നെ. ആണല്ലേ? പോണ്ട മോളെ, വെറുതെ അച്ഛൻ ഇതൊന്നും നടക്കൂല, നിനക്ക് കിട്ടിയില്ല, 2 ഡയലോഗും പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എന്തായാലും അവരെ പോയി കാണണമെന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യമാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. പിന്നെ സപ്പോർട്ടായിരുന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എന്നെ കുറിച്ച് അവർക്കൊരു അച്ഛനമ്മയ്ക്ക് ഒരു വിഷമം തോന്നുന്നത് ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മാക്സിമം ഞാൻ ഒരു കൊല്ലം ചെയ്തു. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഹാപ്പിയാണ്. മറ്റേ പോയി കണ്ടോ? റിസൾട്ട് വന്നിട്ട് കാണാന്നല്ലേ? അല്ല, ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് പലപ്പോഴും ഇപ്പൊ എജുപോർട്ടിന്റെ ഒക്കെ കേസിലാണെങ്കിലും പലരും ഭയങ്കര നെഗറ്റീവ് സാധനങ്ങൾ ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കാം, മനസ്സിലായി. നമ്മൾ കാണിച്ചൊന്നും കൊടുക്കുന്നില്ലെങ്കിലും അല്ലേ നമുക്കൊരു സാധനം ഉണ്ടാവും. പിന്നെ അച്ഛനമ്മ ഈ ഇത് കിട്ടിയപ്പോ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ട് ഒരാളെ പേര് പറയുമ്പോൾ ആരായിരിക്കും? അച്ചാച്ചനാണ്. അച്ചാച്ചൻ എന്ന് പറഞ്ഞാല് അമ്മയുടെ അച്ഛൻ. എന്താ മൂപ്പര്? ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം അച്ചാച്ചനാണ്. അഡ്മിഷൻ എടുത്തിട്ട് ഞാൻ വരണ്ടാന്ന് വെച്ച കാര്യമാണ് വീണ്ടും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അച്ചാച്ചൻ എന്താ പറഞ്ഞേ? അത് അന്ന് അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞു, അഡ്മിഷൻ എടുത്തതാണ്, പിന്നെ ഒന്നുകൂടെ ആലോചിച്ചപ്പോ നമുക്കത് പറ്റുമോ, നമുക്ക് വേറെ ഡിഗ്രി എടുത്ത് പോവാലോ എന്ന് ചോദിച്ചു. പറ്റുമെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി ആണോ അല്ലെങ്കിൽ എൻട്രൻസ് കിട്ടുമോ എന്നുള്ള രീതിയിലാണോ? ഇല്ല, കിട്ടാൻ അവർക്ക് ആ ഒരു ഇതിൽ കോൺഫിഡന്റ് ആയിരുന്നു, പക്ഷെ ഫീസ് അടക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോ ഓക്കെ, ഞാൻ പോകുന്നില്ല, ഡിഗ്രിക്ക് പോവാന്നൊക്കെ വിചാരിച്ച്. പിന്നെ ഭയങ്കര ഡെസ്പായി പോയി. അപ്പോ അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പോലില്ല, ഇങ്ങോട്ട് ചോദിച്ചത് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ അമ്മനെ വിളിച്ച് ചീത്ത പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ചോദിച്ചു, അവള് പോട്ടെ. അമ്മനെ ചീത്ത പറഞ്ഞു. എന്ത് വന്നാലും സാരില്ല, ഇക്കുറി നമുക്ക് പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ. റൈറ്റ്. ആൻഡ് കഴിഞ്ഞ ഒരു വർഷം നീ ഉഴപ്പിയിട്ടുണ്ടാവില്ല? ഇല്ല, ഒരു ദിവസം പോലും? ഒരു ദിവസം ഒരൊറ്റ ദിവസം. അതെന്താ സംഭവം? സിസ്റ്ററിന്റെ വെഡിങ് ആയിരുന്നു. അപ്പോ പോണ്ടെന്ന് പറഞ്ഞത് എന്തെന്നുള്ളതിന് വേണ്ടിട്ടാണ്. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു ദിവസം പഠിച്ചിട്ടുണ്ട്, പക്ഷെ
ആ ഒരു ഡീപ്പിൽ ഞാൻ പഠിച്ചില്ല. എല്ലാ ദിവസവും പഠിക്കുന്ന പോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ചിന്തകൾ അങ്ങോട്ട് പോയി. ആ ഒരു പിന്നെ ഞാൻ ഉറപ്പിയിട്ടില്ല. അതായത് ഇനിയൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കിപ്പം നീറ്റ് കിട്ടിയില്ലായിരുന്നു, ലൈക്ക് യു സ്കോർഡ് സം 500 മാർക്സ്. അപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം ചെയ്ത കാര്യങ്ങൾ അല്ലെ ചെയ്യാത്ത കാര്യങ്ങൾ, അതിനെ കുറിച്ച് എന്തിനെ കുറിച്ചായിരിക്കും റിഗ്രറ്റ് ഉണ്ടാവുക? റിഗ്രറ്റ് അടിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപോലെ എനിക്ക് എത്രത്തോളം പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റുമോ അത് ഞാൻ മാക്സിമം നീ എഫേർട്ട്. അതായത് ഒരു കാരണവശാലും നിനക്ക് റിഗ്രറ്റേ ഉണ്ടാവില്ല, കാരണം നിന്റെ മാക്സിമം നീ ഇവിടെ എടുത്തിട്ടുണ്ട് തന്നെയാണല്ലേ. റൈറ്റ്. ആൻഡ് അങ്ങനെ എടുത്താൽ എല്ലാവർക്കും കിട്ടുമോ? കിട്ടും. അതായത് നീറ്റ് ഒരു ബുദ്ധിയുള്ള ആൾക്കാരുടെ ഗെയിമാണോ ശരിക്കും? അല്ല, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് മതി. ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സ് മതി. പിന്നെ എല്ലാരെ കുറിച്ചും നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇത്രയും കാലം ഇപ്പോഴും എനിക്കറിയാം ഞാൻ ആ ഒരു ഫാമിലിയിലാണ്. ഇപ്പോഴും എനിക്ക് വലിയ ആൾക്കാരുടെ അടുത്ത് പോകാൻ പേടിയാണ്. പക്ഷെ ആ ഒരു ലെവലിൽ കുറച്ച് ഹൈ സ്റ്റാറ്റസ് വരണമെങ്കിൽ കിട്ടണം. അതായത് കുടുംബത്തിന്റെ ഒരു രക്ഷകയാവാന്നുള്ളതായിരുന്നു നിന്റെ. അങ്ങനെയില്ലെങ്കിൽ കുറച്ച് ആദ്യത്തെ ഡോക്ടർ ആയിരിക്കും ഫാമിലിയിൽ നിന്ന്? ആണല്ലേ. ഫൈൻ. പിന്നെ എങ്ങനെയായിരുന്നു നീ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞു, നിന്റെ മൊത്തത്തിലുള്ള ഒരു സ്റ്റഡി ടൈം, ഒരു ഡെയിലി ഷെഡ്യൂൾ ഒക്കെ എങ്ങനെയായിരുന്നു? ആദ്യം അവിടുത്തെ ആ ഒരു ഷെഡ്യൂൾ ആയിരുന്നു. 11 മണിക്കൂർ 5 മണിക്ക് ടൈം മൊത്തം. പക്ഷെ എനിക്ക് ആദ്യം ആ ഒരു ടൈം റെഡി ആയില്ല. രാവിലെ ഞാൻ ഇതുവരെ എണീച്ച് പഠിച്ചിട്ടില്ല. 5 മണിക്ക് എണീച്ച് ഞാൻ സ്റ്റഡി ഹാൾ കുത്തിനുറങ്ങും. പണ്ട് മുതൽ നീ ഒരു നൈറ്റ് ലേണർ ആയിരുന്നല്ലേ? ഓക്കേ. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് മാറി. മിസ്സിനോടും പറഞ്ഞു മിസ് രാവിലെ തന്നെ വിളിക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു 1:30 2 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങി ഒരു 7-7:30 ഒക്കെ ആകുമ്പോൾ 2 മണിക്ക് കിടന്നിട്ട് ഒരു 5 hours സ്ലീപ്പ് എന്നുള്ള രീതിയിലായിരിക്കും. പിന്നെ അപ്പൊ രാവിലെ പിന്നെ പഠിക്കാനേ സമയം ഉണ്ടാവില്ല, ഫ്രഷ് ആയി ഫുഡ് കഴിച്ചിട്ട് ക്ലാസ് പോകാനേ ഉണ്ടാവും. ഓക്കെ. ആൻഡ് വൈകുന്നേരം വന്നാലോ? വൈകുന്നേരം വന്ന ആദ്യമൊക്കെ എനിക്ക് ആ ഒരു റെഡി ആയില്ല. നമ്മൾ എത്രയും കാലം വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരികയല്ലേ, അപ്പൊ ക്ലാസ് കിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ നന്നായിട്ട് ഉറങ്ങും. എന്നിട്ട് ഫ്രഷ് അരമണിക്കൂർ കഴിഞ്ഞ് താനേ നീ എഴുന്നേക്കോ? അലാറം വെക്ക? ഇല്ല, നമ്മളെല്ലാരും ഒരുമിച്ചാ ഉറങ്ങാ. അപ്പൊ അവര് വിളിക്കും, ഒന്നെങ്കിൽ അവര് വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ ഞെട്ടിയുണരും. അവരൊക്കെ പഠിക്കാനിരുന്നു തമ്മിൽ. ഓക്കെ. അത് ഭയങ്കരമാണ്. എന്റെ ഒക്കെ മെയിൻ പ്രശ്നമാണ് ഉച്ചക്ക് ഉറങ്ങണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഉറങ്ങി കഴിഞ്ഞാൽ 2-3 മണിക്കൂറൊക്കെ ആയിരിക്കും ഉറങ്ങിപ്പോവാന്നുള്ളത്. വീണ്ടും പഠിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാ ഓരോ സബ്ജക്റ്റുകളൊക്കെ പഠിച്ചേ? ഫിസിക്സും കെമിസ്ട്രിയും ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെയായിരുന്നു. ഫിസിക്സിൽ അത്യാവശ്യം നല്ലോണം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ആദ്യം ഞാൻ എന്റെ തന്നെ ആയിട്ടുള്ള ഒരു ബുക്ക് കണ്ടുപിടിച്ച് ചെയ്തു തുടങ്ങിയത്. അത് പ്രദീപ് സ്റ്റെല്ലാർ. ബിലാൽ സർവർ. അത് ശരിക്കും നല്ല ബുക്കാണ് തോന്നുന്നില്ല. കാരണം ഇപ്പൊ പ്രദീപ്സ് പൊതുവെ ഞാനൊക്കെ ഞാൻ പ്രദീപ്സ് ആണ് പഠിച്ചത്. ഞാൻ പ്രദീപും ദിനേശും മാത്രമായിരുന്നു അന്ന് മെയിൻലി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം പുതിയ ആൾക്കാരൊക്കെ വന്ന് ഞാനത് അധികം കേൾക്കാറില്ല. ബിലാൽ പറഞ്ഞു, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം വന്ന ഷാന് ഞാൻ ഈ സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ബുക്കുകളിൽ നല്ല ബുക്കായിരുന്നു അല്ലേ? അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പോ അതിലൊരുപാട് ഒന്നാമത്തെ ചില സാർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതധികം ചെയ്യാൻ നിൽക്കണ്ട, ചെറുത് ചെയ്തു, കാരണം അത്രയ്ക്കും ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിച്ചു. കംപ്ലീറ്റ് ആകുന്ന എനിക്കൊരു ടൈം റിവിഷൻ ടൈമില് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു ദിവസം ഞാൻ ഇത് പഠിക്കുകയാണ്, അതിന്റെ ആ ക്വസ്റ്റ്യൻ അന്ന് തന്നെ തീർക്കണമെന്ന് എനിക്ക് വാശിയായിരുന്നു. ഞാൻ എങ്ങനെയായാലും ടൈം കണ്ടുപിടിച്ച് ചെയ്യും. ഭയങ്കര ആണെങ്കിലും ചിലതൊക്കെ ഞാൻ വീണ്ടും റിവൈസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ തന്നെ പിന്നെയും ചെയ്യും. പിന്നെ പക്ഷെ ആ ഒരു കാര്യം അത്രയ്ക്ക് എഫക്റ്റീവ് ആയോന്ന് വെച്ചാൽ ആ ഒരു ത്വരയിൽ അങ്ങ് ചെയ്തു പോകുന്നതാ. അപ്പോ പിന്നെ എനിക്ക് തോന്നി അങ്ങനെ ചെയ്യല്ലേ, ഒരു പ്രാവശ്യം ചെയ്യ്, എന്നിട്ട് ഒരു എക്സാം ചെയ്ത്, എന്നിട്ട് അത് തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ചാപ്റ്റർ ഒന്നുകൂടെ പഠിച്ചിട്ട് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. പിന്നെ കെമിസ്ട്രി അങ്ങനെ തന്നെയായിരുന്നു. കെമിസ്ട്രിയുടെയും ക്വസ്റ്റ്യൻസ് അത്യാവശ്യം ചെയ്തു. ബയോളജിയും ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ബയോളജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലാസ്റ്റ് ടൈമാണ് ഞാൻ ബയോളജിക്ക് വെക്കുക. നമുക്ക് അവിടെ എക്സാംസ് ആണെന്നുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാലല്ലേ. അപ്പൊ ആദ്യത്തെ 2 ദിവസം ഞാൻ പഠിക്കും. പിന്നെ അടുത്ത ഒരു ഉച്ചവരെയുള്ള ടൈം റിവിഷൻ ടൈമാണ്. പക്ഷെ ആ 2 ദിവസം ഞാൻ ബയോളജി പഠിക്കില്ല. ഫിസിക്സും കെമിസ്ട്രിയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ബയോളജി നിനക്ക് അറിയാവുന്നത് കൊണ്ടാണല്ലേ പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്? പഠിക്കാൻ അറിയാം, അത്യാവശ്യം അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ക്വസ്റ്റ്യൻ ചെയ്യും. ലാസ്റ്റ് ടൈമില് ഒരു 1-1.5 മണിക്കൂറെ ഞാൻ ബയോളജിക്ക് വെക്കും. കാരണം ആദ്യം ഞാൻ വായിച്ച് കഴിഞ്ഞതാണ്, അതെനിക്ക് കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് അത് ബയോളജിയിലെ ക്വസ്റ്റ്യൻ ചെയ്ത് ആ ടൈം എനിക്ക് റെഡി ആയത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻ കൊണ്ടാണ്. എനിക്ക് ടൈം ഉണ്ടാവില്ല, പക്ഷെ ഞാൻ ചെയ്തിട്ടേ പോകുന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ഒരു 120 ക്വസ്റ്റ്യൻ ഒക്കെ 1 മണിക്കൂർ കൊണ്ട് തീർത്തിട്ടുണ്ട്. എക്സാമിന് പോകുന്നതിന് മുന്നേ. പക്ഷെ അത്രയ്ക്ക് അതേ ക്വസ്റ്റ്യൻ നമ്മളതിൽ കാണുമ്പോ ഒരു സന്തോഷമായിരിക്കും. പക്ഷെ അത്രയ്ക്ക്
അത് എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയില്ല. കാരണം നമ്മൾ എക്സാം തൊട്ട് മുമ്പ് ചെയ്യുന്നല്ലേ. അതേ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഈസി ആയിട്ട് അത് ചെയ്ത് പോകാൻ പറ്റാറുണ്ട്. പക്ഷെ ഫൈനൽ ആയപ്പോ ഞാൻ അതിന് നിന്നില്ല. ലാസ്റ്റ് നമ്മൾ നടത്തിയ സീരീസ് എക്സാമുകളൊക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ആദ്യം നമ്മളൊന്ന് പഠിച്ചു വെച്ച സാധനം വീണ്ടും റിവൈസ് ചെയ്തു. നമുക്ക് ക്വസ്റ്റ്യൻ ആ എക്സാം ചെയ്തും മനസ്സിലാവും, ഓ ഈ പാട് എനിക്ക് അറിയില്ല, ഒന്നുകൂടെ പഠിക്കണം. ആ എക്സാംസും അവസാനം ഡെയിലി 2 എക്സാം ഒക്കെ നടത്തിയപ്പോ നീ 2 എഴുതി. അപ്പൊ എഴുതി കഴിഞ്ഞ് പിന്നെ പഠിക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ? ഇല്ല, ലാസ്റ്റ് ആവുമ്പോഴത്തേക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എന്തായാലും ഇത്രയൊക്കെ എത്തിയല്ലോ, അപ്പൊ ഇത്ര തന്നെ എനിക്ക് അറിയാമെന്നുള്ളതില് ആ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം അനലൈസ് ചെയ്യാനുള്ള ടൈം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അനലൈസ് ചെയ്യാം? അത് ഇങ്ങനെ ബയോളജി ആണെന്നുണ്ടെങ്കിൽ തെറ്റിയ ഭാഗം ഏതാണോ ആ പോർഷൻ വായിക്കും. അതിലേതെങ്കിലും വിട്ടുപോകാനുണ്ടോ? ഒരു സാധനം തെറ്റിക്കഴിഞ്ഞാൽ ആ ടോപ്പിക് എങ്കിലും മുഴുവനായിട്ട് വായിക്കും. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാത്ത ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ ഓക്കെ ഒന്നുകൂടെ പഠിക്കണം ഇതാക്കുന്ന വെക്കും. പിന്നെ എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ ഓർത്ത് വെക്കും, അങ്ങനെ തെറ്റിക്കില്ലേ. ഓരോ എക്സാം കഴിയുമ്പോഴും എന്താ നമ്മളെ മിസ്റ്റേക്ക് നീ കൃത്യമായിട്ട് അടുത്ത തവണ ഇത് വരുത്താതിരിക്കാൻ നോക്കുകയും ചെയ്യും. ഓക്കെ. ആൻഡ് നിന്റെ ഒരു സ്ലോ ഗ്രോത്ത് ആയിരുന്നു. അതായത് ആദ്യം അത് വലിയ മാർക്കില്ല, പിന്നെ കയറി പോയിട്ട് വല്ലപ്പോഴും ഒരിക്കലും ഒന്ന് താഴോട്ടൊക്കെ വന്നിട്ട് വീണ്ടും നീ ബൗൺസ് ബാക്ക്. അതെങ്ങനെ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നിനക്ക് കിട്ടിയ ആ ഒരു കൺസിസ്റ്റൻസി? കാരണം പൊതുവേ കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്, പ്രത്യേകിച്ച് അവിടെ റിപ്പീറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ടായിരുന്നു. അപ്പം അവരെത്ര മാർക്ക് കിട്ടാതിരിക്കുമ്പോ നിനക്ക് ഡൗൺ ആയി പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ആദ്യം അറിയായിരുന്നു. മീൻസ് ഞാനൊരു കൊല്ലം 2 കൊല്ലം +1 +2 മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. ക്ലാസ് കണ്ടപ്പോഴാണ് എനിക്ക് ആ റിയാലിറ്റി മനസ്സിലായത്. അപ്പൊ പിന്നെ എനിക്കറിയായിരുന്നു ഫസ്റ്റ് തന്നെ അത്ര മാർക്കൊന്നും പ്രതീക്ഷിക്കണ്ട, ആദ്യമേ ഇങ്ങനെ പതുക്കെ പോയാൽ മതി. പിന്നെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ടെൻഷൻ അടിക്കണ്ട, കുഴപ്പമില്ല, ഇങ്ങനെ പോയാൽ മതി ഉള്ളൊരു അവസ്ഥ. അതായത് ഇവളുടെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ ഈ സംഭവമാണ് കേട്ടോ പല കുട്ടികൾക്ക് ഇല്ലാത്തൊരു കാര്യം. അതായത് റിയാലിറ്റി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യൂല അല്ലെ. അതായത് തുടക്കം മുതലേ എന്ത് ചെയ്യണം, ടോപ്പ് റാങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒക്കെ പോയി എന്നുള്ളൊരു പേടിയായിട്ട് വെറുതെ ടെൻഷൻ അടിക്കാം. നിനക്കറിയായിരുന്നു മെല്ലെ മെല്ലെ കയറി വരും, നീ നിന്റെ പണിയെടുത്താൽ മതി എന്നുള്ളത് ഭയങ്കര ഇതുണ്ടായിരുന്നു. ഞാൻ ഒരു ദിവസമേ ഉഴപ്പിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കും കേട്ടോ. കാരണം എനിക്കൊന്ന് ഏറ്റവും കുറവ് വീട്ടിൽ പോയ അതടക്കം നീ ആയിരിക്കും അല്ലേ. ഈവൻ എന്തോ കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കൂടി മാക്സിമം ഇവിടെ നിൽക്കണം. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇന്ന് ചെറിയൊരു തലവേദന ആകുമ്പോഴത്തേക്ക് വീട്ടിൽ പോകാന്നുള്ളൊരു ഇതുണ്ടാവും. ആൻഡ് ഇപ്പം പുതുതായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ വരുന്നവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ആദ്യം ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഗെയിമാണ്, അത്രയ്ക്ക് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതല്ല. അത്രയ്ക്കും നല്ലൊരു ഡിറ്റർമിനേഷനും എയിമും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന കാര്യം. ആ സാധനം ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ നമ്മുടെ ലൈഫ്, ഇനി മുന്നോട്ടുള്ള ലൈഫ് എന്തായാലും ഒരു കൊല്ലം നമ്മൾ എന്തായാലും ഇവിടെ നിൽക്കുന്നുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു കൂലി നമുക്ക് കിട്ടണ്ടേ. അപ്പൊ നിൽക്കുന്ന സമയത്ത് മര്യാദക്ക് നിൽക്കുക, കിട്ടണ്ടേ കിട്ടട്ടെ, അല്ലെങ്കിൽ ഇതിനെക്കാട്ടും നല്ല എന്തെങ്കിലും കാര്യം വരാനിരിക്കുന്നുണ്ടാവും. പക്ഷെ അതിന്റെ ഒരു ബേസ് ആയിട്ട് ഇതിനെ കണ്ടാൽ അതായത് ഒരു കാരണവശാലും നമ്മളെ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് അവർക്ക് റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. മാർക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും നിന്റെ അതേ അവസ്ഥയിലേക്ക് എത്തുകയാണെങ്കിൽ ഷുവർ ആയിട്ടും കിട്ടും തന്നെയാണ് തോന്നുന്നത് അല്ലേ. ഓക്കെ, അപ്പം താങ്ക് യു ആൻഡ് ഓൾ ദ ബെസ്റ്റ്. അച്ഛനോടൊക്കെ അന്വേഷണം പറയും.